ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഈ രീതിയിലൊന്ന് ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും, പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യിട്ട്, ആ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും റവ അതിലോട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ആദ്യം ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ, ഒന്ന് കൈ തൊടുമ്പോൾ ഒന്ന് ഇത്തിരി ചൂട് തോന്നുമല്ലോ, അത്ര സമയം മതി. ആ സമയം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം അതും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി സാധാരണ എടുക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച്, ഞാനിവിടെ കടുക് ഉപയോഗിക്കുന്നില്ല, കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ, കാരണം കുട്ടികൾക്ക് കടുകൊന്നും ഇഷ്ടമല്ല. അതൊരു 1 സ്പൂൺ നെയ്യ് വീണ്ടും എടുത്ത് വെച്ച് കഴിഞ്ഞ് അത് നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കടുകിടണം. കടുക് ഞാൻ ഇടുന്നില്ല, പിള്ളേർക്ക് കടുക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുക് ഇടാത്തത്. 1 സവോള, കരിവേപ്പില, 1 പച്ചമുളക്, ഇഞ്ചി, ഇത്ര ഇട്ടാൽ മതി. അത്ര ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഒത്തിരി കരിഞ്ഞു പോകണ്ട. അന്നേരം നമ്മൾ ആ വെള്ളത്തിനൊരു കാപ്പി കളർ ഉണ്ടാകും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞ് ഒന്ന് ഞെരിടി വെക്കുക. എന്നിട്ട് ആ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് തിളക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഈ തിളക്കുന്ന ഈ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കണം. നോക്കിയിട്ട് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് ഈ തേങ്ങാപ്പാൽ വെള്ളം എന്ന് പറയാം. അന്നേരം നമ്മുടെ ഈ വറുത്ത് വെച്ച് ആറിയ റവ എടുത്ത് നമുക്കിതിലോട്ടിടാം. ഞാൻ വറുത്ത റവയാണ് എടുത്തത്, എന്നാലും വറുത്തതാണേലും അല്ലേലും ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ തിള വന്നു കഴിയുമ്പം ഈ തിളയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കുറുകായി കുറുക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു നല്ല ഒരു കട്ട പരുവാകുമ്പോഴേക്കും അത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ആ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റും പഞ്ഞിയുമായിരിക്കും. എല്ലാം ഡ്രൈ ആയിട്ട് വെള്ളവും എല്ലാം പറ്റിയ കട്ടപ്പൊക്കെ മാറി നല്ല ഉതിർന്ന് കിട്ടിയിരിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും. വായിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പാല് കുറുക്കിയതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ ഉപ്പുമാവിന്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ചക്കറികളൊക്കെ വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില ഇട്ട് സർവ് ചെയ്യാവുന്നതാണ്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയുടെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.